നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ഖണ്ഡം, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥ ഹോവാച ജനം ശാർക്കരാക്ഷ്യ കം ത്വം ആത്മാനുപാസ ഇത്യാകാശമേവ ഭഗവോ ജാജന്നിതി ഹോവാചൈഷ വൈ ബഹുല ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനുപാസ്യേ തസ്മാത് ത്വം ബഹുലോസി പ്രജയാ ച ധനേന ച. എന്നിട്ട് ജനയോട് അദ്ദേഹം പറഞ്ഞു, ശാർക്കരാക്ഷ്യ, അങ്ങ് ആത്മനായി എന്തിനെയാണ് ഉപാസിക്കുന്നത്? ശൂന്യതയെ രാജാവേ. പ്രാപഞ്ചിക ആത്മൻ ശരിക്കും ആ വികസിച്ചവൻ നിങ്ങൾ ആത്മനായി പൂജിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ശിശുക്കളാലും ധനത്താലും വികസിച്ചിരിക്കുന്നു. 2-ാമത്തെ, അത്സ്യന്നം പശ്യസി പ്രിയമത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ യ ഏതമേവമാത്മനം വൈശ്വാനര ഉപാസ്യേ സന്ദേഹസ്ത്വേഷ ആത്മന ഇതി ഹോവാച സന്ദേഹസ്തേ വശീര്യദ്യന്മാം നാഗമിഷ്യ ഇതി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ സന്തോഷം നൽകുന്നത് കാണുന്നു. അദ്ദേഹം ആണ് ഭക്ഷണം കഴിക്കുന്നത്, അദ്ദേഹം സന്തോഷം നൽകുന്നത് കാണുന്നു. പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ മഹാത്മ്യമുണ്ട്. പ്രാപഞ്ചിക ആത്മൻ പൂജിക്കുന്ന ഒരുവന്റെ കുടുംബത്തിൽ ആണ്, പക്ഷേ അത് ആത്മന്റെ ശരീരമാണ്. അതായത് സന്ദേഹം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ നിന്റെ ശരീരം കഷ്ണങ്ങളാകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഞാൻ എന്നുള്ള ഈ ഒരു അഹംബോധം പ്രവർത്തിക്കുമ്പോൾ ശരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സൽ സോഴ്സ് എന്ന് വരുന്ന ഐഡന്റിറ്റിയാണ്, പ്രാപഞ്ചിക ആത്മൻ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആത്മൻ, ബ്രഹ്മൻ, പരബ്രഹ്മൻ. അതിനുശേഷം പ്രപന്ന, പ്രഭു എന്നെല്ലാം സ്റ്റേറ്റ്സ് ഉണ്ട് സഹജമാർഗത്തിൽ. ബാബുജി മഹാരാജ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റിലും ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പൂർണ്ണതയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ന് പറയുന്ന ആദ്യം ഒരാൾ, പിന്നെ ഫാമിലിയിലുള്ള എല്ലാവരെയും സ്നേഹിക്കും.
അങ്ങനെയാണ് ബോധം എക്സ്പാൻഡ് ചെയ്യുന്നത്. സ്നേഹം, എല്ലാവരുടെയും ആവശ്യങ്ങളും എൻ്റെ ആവശ്യവും റെസണേറ്റ് ചെയ്തു. നമ്മളെ ത്യാഗത്തിന്റെ പ്രാധാന്യം ഭഗവാൻ പറയുന്നു. ഇങ്ങനെയാണ് ത്യാഗത്തിലൂടെ നമ്മൾ ഏകത്വത്തിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം എൻ്റെ ആവശ്യം ഒന്ന് തന്നെയാണ്. അത് വരുന്ന എപ്പോഴാണ് നമ്മൾ നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ത്യജിക്കുന്നത്. അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്. ഒരാവശ്യമുള്ളൂ, എല്ലാവർക്കും അവിടെ എത്തണം. അതാണ് ഫസ്റ്റ് ആവശ്യം. പിന്നെയുള്ള ആവശ്യങ്ങളെല്ലാം അതിനുണ്ടാവുന്നത്. ഭക്ഷണം, പാർപ്പിടം, തുണി, ഫിസിക്കൽ റിലേഷൻസ്, ബിലോങ്ങിങ്നെസ്, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇതൊക്കെ ഓരോരുത്തരും ആവശ്യങ്ങളാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഈ ജീവിതത്തെ അനുഭവിക്കേണ്ട ആവശ്യം. അതായത് വളർന്നിരിക്കുമ്പോൾ ആവശ്യം, എൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവ് വാസനകളെ കാണിക്കാൻ ഉള്ള അവസരം. നമ്മൾ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലെ അമ്മയായാലും ഭാര്യയായാലും അവർ ക്രിയേറ്റീവ് വാസന കാണിക്കാൻ അവർ ആഗ്രഹിക്കും. അവർ നല്ലൊരു കറി വെച്ചാൽ നന്നായി എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഒരു പൂങ്കാവനത്തിന് ചെടി നട്ടിട്ട് കുട്ടി പറയണം, അച്ഛാ ഞാൻ നട്ടതാണ്. എത്ര സന്തോഷം ഉണ്ട് അത് നല്ലതെന്ന് പറയുമ്പോൾ. ഭക്ഷണം പാചകം ചെയ്ത് നമ്മൾ രുചിയോട് കഴിക്കുമ്പോൾ എല്ലാം സന്തോഷത്തോട് ചെയ്യും. നമ്മൾ എത്ര ഏകത്വത്തിലേക്ക് എത്തുന്നു. അപ്പൊ ആനന്ദവും സ്നേഹവും ഏകത്വത്തിലും. നേരെ മറിച്ചിട്ട് ഈ കടുക് അത്ര പൊട്ടിയിട്ടില്ല, ഈ മുളക് ശരിയായില്ല, ഇതിൽ ഉപ്പ് ഒത്തിരി കുറവാണ്, അങ്ങനെ പറയുമ്പോൾ സെപ്പറേഷൻ വരും. പലരും ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ തീന്മേശയുടെ ഇന്ന് തുടങ്ങും കുറ്റം തുടങ്ങും. ഫസ്റ്റ് തന്നെ കുറ്റം, എന്താ എത്ര കുറച്ച് പഞ്ചസാര ഇട്ടത്. ആദ്യത്തിന് കുറ്റം പറയണമെന്ന് എന്തൊരു നിർബന്ധമാര്. അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. മനുഷ്യൻ ആ സ്റ്റേറ്റിൽ നിൽക്കേണ്ട ആളല്ല, മൃഗങ്ങളുടെ മാതിരിയല്ല. മൃഗങ്ങളാണ് ഇങ്ങനെ ഭക്ഷണത്തിന് മാത്രം ജീവിക്കുന്നത്. ബാബുജി മഹാരാജ് പറയുന്നത് പന്നികളുടെ മാതിരിയാണെന്ന്. പന്നികൾ ഇപ്പോൾ താഴേക്ക് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്, വേറെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ലോകം എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമല്ല. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, പക്ഷെ അതിലുള്ള സ്നേഹം, അതിലടങ്ങിയുള്ള സ്നേഹമാണ് നമ്മൾ ഇംബൈബ് ചെയ്യേണ്ടത്. അതുപോലെ കുടുംബത്തിൽ ഓരോ അനുഭവവും നമ്മൾ ഇംബൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഏകത്തിലെത്തും. അത് കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിലേക്ക് എത്തും. അതാണ് എന്നിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ. എന്നിലേക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഗുരുവിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ സെപ്പറേഷൻസ് എല്ലാം മാറുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു അത്ഭുതമുണ്ട്. ഭണ്ഡാരയ്ക്കൊക്കെ പോകും, മാസ്റ്ററുടെ പ്രസൻസ് എല്ലാവരും ഒന്നാണ്. എല്ലാവരും മാസ്റ്റർ പറഞ്ഞായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കകാലത്ത് മഹാത്മാഗാന്ധിജി പറഞ്ഞത് വേദം പോലെയായിരുന്നു. പക്ഷെ ക്രമേണ ഓരോരുത്തരും ലീഡേഴ്സൊക്കെ ശക്തി പ്രാപിച്ചു, ഗാന്ധിജിയുടെ പ്രാധാന്യം കഴിഞ്ഞു. 1934 കഴിഞ്ഞ് ഗാന്ധി ആ പാർട്ടിയാൽ ബന്ധം തന്നെ വിച്ഛേദിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ആർക്കും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കും. അപ്പോൾ മനസ്സിലാവും സ്നേഹമാണ് പ്രധാനം. പിന്നെ ആദ്യം മറക്കും. ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്. ഇപ്പൊ അത് മറന്നു, കാരണം ഇപ്പൊ സുഖമായിട്ട് ചെയ്യും. ഇപ്പൊ ഗാന്ധിജി വേണ്ട, ഗാന്ധിജിനെ ആർക്കും ഇഷ്ടമല്ല, ആള് ശരിയല്ല, കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് കൂടി വരികയാണ്. ഈ അത്ഭുതം തോന്നി. ഈ അടുത്തൊരു വളരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ പറഞ്ഞു ഗാന്ധിയാണ് ഇത്ര ഈ പ്രശ്നങ്ങൾക്ക് കാരണം. എത്ര നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചിന്താഗതിയാണ്, ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുകയാണ്. അപ്പൊ അതുപോലെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ കാരണത്തിനും കാരണം ഈശ്വരനാണ്. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്. ഈശ്വരനെ മാറുന്നു, നമ്മുടെ പരദേവതയെ മറന്നിട്ട് വേറെ ഏത് പൂജയ്ക്ക് പോകുന്നു, അതൊരു ശരിയായില്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. നമുക്ക് സ്പ്ലിറ്റാണ്, നമ്മുടെ മനസ്സ് സ്പ്ലിറ്റാണ്. നമുക്ക് അറിയില്ല നമ്മുടെ ഉള്ളിലാണ് ഈ സ്രോതസ് ഉള്ളത്. അവിടേക്ക് കണക്ട് ചെയ്ത സമാധാനം ശാന്തിയും അവിടെ തന്നെ ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം ഞാൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ ആയിട്ട് പോവാതെ ഇരിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് കുടുംബത്തിൽ ജീവിക്കുകയാണ്. കുടുംബത്തിൽ ഐക്യം വന്ന് ഹാർമണി വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുടുംബങ്ങളുടെ സൊസൈറ്റി ഒരു ഹാർമോണിയസ് സൊസൈറ്റിയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ എല്ലാവരും മനസ്സിലാവും നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഓർഗനൈസേഷനും അതുപോലെയായി മാറുന്നു, ഗോൾ ഓറിയന്റഡ് ആവുന്നു. അപ്പോൾ ഓർഗനൈസേഷനെ ഗോൾ ഓറിയന്റഡ് ആക്കണമെങ്കിൽ, രാജ്യത്തെ ഗോൾ ഓറിയന്റഡ് ആക്കണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഗോൾ ഓറിയന്റഡ് ആക്കണം. ഇതാണ് സ്വരാജ്യം എന്ന് മഹാത്മാഗാന്ധി ചെയ്യുന്നത്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് തലത്തിൽ റിഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ഗോളിലേക്ക് കടക്കണമാവും. പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ശരിക്കും സാധന ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ആസ്പിരന്റ് അങ്ങനെ ആളോട് എന്തു പറഞ്ഞാലും അയാൾക്ക് അത് സത്യമാണെങ്കിൽ അത് ഫോളോ ചെയ്യും, ഒരു സംശയമില്ലാതെ ഫോളോ ചെയ്യും. കാരണം അത് ആ നിയമത്തിന് അനുസൃതമാണ്, ആ ഫ്ലോവിന് അനുസൃതമാണ്, ആ പ്യൂരിറ്റിക്ക് അനുസൃതമാണ്. അപ്പൊ ചാന്തോക്യം വെച്ചാൽ നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ യഥാർത്ഥ ഫ്ലോയിലേക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷനാണ് നമ്മൾ ജീവിതത്തെ നിലനിർത്തേണ്ടത്. ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം. അല്ലാതെ വേറൊരു സാക്ഷാത്കാരം, വേറൊരു ലിബറേഷനും ഒന്നുമില്ല. ഈ ഒരു ഫ്ലോ മനസ്സിലാക്കി ആ ഫ്ലോയില് ഹാർമോണിയസ് ആയിട്ട് ഏത് മൊമെന്റിലും, അത് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തായാലും ആ മൊമെന്റിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ പറഞ്ഞ ലക്ഷ്യത്തിൽ തന്നെയാണ് ചെയ്യുക. ലക്ഷ്യത്തിൽ എത്തേണ്ട ആവശ്യം, ലക്ഷ്യത്തിൽ ജീവിക്കുക. അതാണ് ദാജി ഹൃദയേ മേ പശ്യസി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു.
എൻ്റെ ഹൃദയത്തിൽ നീ എന്നെ കാണുന്നത്. എല്ലാവരും നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ, ഈശ്വരന്റെ ഹൃദയത്തിൽ കാണും. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ഓരോരോ സ്പാർക്സ് മാത്രമാണ്. സെപ്പറേഷൻ പ്രകടനത്തിലുണ്ടാവും, പക്ഷേ ഫൗണ്ടേഷൻ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.